നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചുമക്കേണ്ട കുരിശ് ഏതാണെന്ന് കർത്താവ് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. ആ കുരിശ് ഞാൻ ചുമന്നേ പറ്റും. അതേത് കുരിശാ? അതുകൊണ്ട് പ്രിയമുള്ളവർ, നിങ്ങൾ ഈ യേശുക്രിസ്തുവിന്റെ കുരിശ് യേശു ചുമന്നോളൂ. അവൻ അതിനുള്ള കരുത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും യേശുവിന്റെ കുരിശും ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. കാരണം അത് യേശു ചുമന്ന കുരിശാണ്. യേശു അതിൽ തറക്കപ്പെട്ടതാണ്. ആ കുരിശ് കാണുമ്പോൾ ഇപ്പൊ പിശാചിന് പേടിയാണ്. കൃപയുള്ള ആളാണെന്ന് ഇതിന്റെ ലക്ഷണമാണ് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് തടസ്സം ഉണ്ടാകും. നിങ്ങളൊരു പ്രത്യേക ദൈവകൃപ പ്രാപിച്ച ആളാണെങ്കിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ കവാടം ഒഴിച്ചുള്ള ബാക്കി എല്ലാ മേഖലകളും നിങ്ങൾക്ക് അടഞ്ഞു പോകും. ഒരു വാതിൽ നിങ്ങൾക്ക് തുറന്നിട്ടിട്ടുണ്ടാകും. ആ വാതിൽ നിങ്ങൾ കണ്ടെത്തണം. അതിനുള്ള താക്കോൽ പ്രാർത്ഥനയാണ്. ആകാശത്തു നിന്ന് സ്വർഗം തുറക്കപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കും. 3 സ്ഥലത്തു നിന്നാണ് സാക്ഷ്യം വന്നത്. അതോടുകൂടി യേശുക്രിസ്തുവിന്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സക്കറിയ പ്രവാചകൻ 8-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കാം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എന്താണ് അരുളി ചെയ്യുന്നത്? സൈന്യങ്ങളുടെ കർത്താവിന്റെ ആലയം നിർമ്മിക്കാൻ അടിസ്ഥാനമിട്ട നാൾ മുതൽ, സൈന്യങ്ങളുടെ കർത്താവിന്റെ ആലയം നിർമ്മിക്കാൻ അടിസ്ഥാനമിട്ട കാലം മുതൽ പ്രവാചകന്മാരിലൂടെ കേട്ട വചനം തന്നെ ഇപ്പോൾ ശ്രവിക്കുന്ന നിങ്ങൾ, പ്രവാചകന്മാരിലൂടെ കേട്ട അതേ വചനം തന്നെ ഇപ്പോൾ കേൾക്കുന്ന നിങ്ങൾ കരുത്താർജിക്കുവിൻ. വചനം കേട്ട് കരുത്താർജിക്കുവിൻ. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിലെ ആലയം എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആലയത്തിന്റെ ഷേപ്പും രൂപവും മാറി. അപ്പൊ അതിനകത്ത് എന്താ പറയുന്നത്? പ്രവാചകന്മാരിലൂടെ കേട്ട വചനം തന്നെ കേൾക്കുന്ന നിങ്ങൾ കരുത്താർജിക്കുവിൻ. എന്തിനാണ്? കർത്താവിൻ്റെ ആലയം പണിയാൻ തുടങ്ങിയ നാള് മുതൽ. ഏതാണ് പുതിയ നിയമത്തിലെ ആലയം? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയം. അപ്പൊ നിങ്ങൾ ക്രിസ്തുവിൽ പണിയപ്പെട്ട് ക്രിസ്തുവിലേക്ക് വളർന്ന് ഉയരാൻ ശ്രമിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ക്രിസ്തുവിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആയിത്തീരാൻ പ്രവാചകന്മാരിലൂടെ കേട്ട വചനം കേട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കരുത്താർജിക്കണം. ഇന്ന് ക്രൈസ്തവരായ മനുഷ്യർക്ക് തീരെ ഇല്ലാത്ത ഒരു കാര്യമാണ് ആത്മീയമായ ആന്തരികമായ കരുത്തില്ല എന്നുള്ളത്. വളരെ ദുർബലരാണ് നമ്മളെ ക്രൈസ്തവർ. എത്ര പെട്ടെന്നാണ് അവർ വഴിമാറിപ്പോകുന്നതെന്ന് ഞാൻ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. നമ്മുടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെ പോലും വഴിതെറ്റിച്ചുകൊണ്ട് പോകണമെങ്കിൽ വളരെ സിമ്പിൾ കാര്യങ്ങൾ മതി. പെട്ടെന്ന് ആളുകളെ കൊണ്ടുപോകാൻ സാധിക്കും. അതിന് ഞാൻ തന്നെ സാക്ഷികളാണ്. ആളുകളെയൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് മനസ്സിലിരിക്കുന്ന കാര്യം പറഞ്ഞു അന്നേരം പോയേക്ക്. അങ്ങനെയുള്ള ഒരു കരുത്തില്ലാത്തവരാണ്. അതുകൊണ്ട് കരുത്താർജിക്കണം. ക്രിസ്ത്യാനി കരുത്താർജിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ക്രിസ്തു പറഞ്ഞ വചനങ്ങളുടെ ആഴങ്ങളും അർത്ഥങ്ങളും തിരിച്ചറിയണം. ഇന്ന് ക്രൈസ്തവര് ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ ആഴവും അർത്ഥവും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യം. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്തത്? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ക്രിസ്ത്യാനി ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ പറയും നമ്മൾ ഓൾറെഡി ക്രിസ്ത്യാനി ആണല്ലോ എന്നല്ലേ. അതുകൊണ്ട് യേശു പറയുകയാണ്, നാമമാത്ര ക്രിസ്ത്യാനികളെ കേട്ടിട്ടില്ലേ? നാമം മാത്രം ക്രിസ്ത്യാനി. ഇതാണ് നമ്മളെ കുറിച്ചൊക്കെ പറയുന്നത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി ആകണമെങ്കിൽ ചെയ്യേണ്ട കാര്യം, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. നമുക്കറിയാം,
ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത് ഇവിടെ വെച്ചാണ്, അന്ത്യോക്യയിൽ വെച്ചാണ്. അതിനു മുമ്പ് എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്? അതിനു മുമ്പ് ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ടിരുന്ന പേരെന്താണ്? പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ക്രൈസ്തവൻ എന്നെ അനുഗമിക്കാൻ ആഗ്രഹം ക്രിസ്ത്യാനി എന്ന് വിളിക്കാം. പിന്നീട് വേറൊരു പേര് വിളിച്ചിരുന്നു, സഹോദരൻ എന്ന പേര് വിളിച്ചിരുന്നു. പിന്നെ മറ്റൊരു പേരായിരുന്നു വിശുദ്ധർ. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ വിശുദ്ധൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്ത്യാനികൾ പരസ്പരം എന്താണ്? ക്രിസ്തുവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ, ക്രിസ്തുവിനെ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പാപങ്ങളെ വിമോചിച്ച് കിട്ടിയ മനുഷ്യർ. അതുകൊണ്ട് ഒരു വ്യക്തി യേശുവിനെ വിശ്വസിച്ചു, അയാൾ ക്രിസ്തുവിന്റെ വചനം പാലിച്ചു, യേശുവിനെ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്, അയാൾക്ക് കാൽവറിയിൽ നിന്ന് പാപമോചനം കിട്ടി. പാപമോചനം കിട്ടിയ ആളായതുകൊണ്ട് പിന്നെ അയാളെ എനിക്ക് എങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ? വിശുദ്ധൻ, വിശുദ്ധ, അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ അന്ത്യോക്യയിൽ വെച്ചാണ് പുതിയൊരു പേര് കിട്ടി. എന്താണ്? ആ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ. അപ്പൊ ആരെങ്കിലും ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ എന്തൊക്കെ കാര്യം ചെയ്യണം? 3 കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നടപ്പാക്കണം. എങ്കിലേ ആഗ്രഹിച്ചാൽ 3 കാര്യം ചെയ്യണം. അതിലൊന്നെന്താണ്? തന്നെ തന്നെ പരിത്യജിച്ച്. ഒന്നാമത്തെ കാര്യം തന്നെ തന്നെ പരിത്യജിക്കണം. രണ്ടാമത്തെ കാര്യം തൻ്റെ കുരിശുമെടുത്ത്. ആരുടെ കുരിശെടുക്കണം? അപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന കുരിശ് ആരുടെയാ? ഈ കുരിശുകളെല്ലാം ഈ കുരിശ് തന്നെ എവിടെയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വീട് പണിയാൻ പോയാൽ ഉടനെ 2 കുരിശുമായിട്ട് വരും എവിടുന്നെങ്കിലും. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും കൊണ്ടുവരാൻ പറയും, വെക്കുകയാണെങ്കിൽ എന്തിനാന്ന് ചോദിക്കുക. ഞാൻ പറയും കട്ടള വീട് വെക്കാൻ പോകും. അപ്പൊ ഞാൻ പറയും കട്ടളയുടെ മുകളിലേ വെക്കാവുള്ളൂ, അടി വെക്കരുത്. വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ യേശുക്രിസ്തുവിന്റെ കുരിശ് യേശു ചുമന്നോളും. അവൻ അതിനുള്ള കരുത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും യേശുവിൻ്റെ കുരിശും ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. കാരണം അത് യേശു ചുമന്ന കുരിശാണ്. യേശു അതിൽ തറക്കപ്പെട്ടതാണ്. ആ കുരിശ് കാണുമ്പോൾ ഇപ്പൊ പിശാചിന് പേടിയാണ്. അത്തരം ഒരു കുരിശാണ് യേശുവിൻ്റെ കുരിശ്. പക്ഷെ ആ കുരിശ് ചുമക്കാൻ യേശു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. എന്ന് പറഞ്ഞൊരു കുരിശ് ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചുമക്കേണ്ട കുരിശ് ഏതാണെന്ന് കർത്താവ് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. ആ കുരിശ് ഞാൻ ചുമന്നേ പറ്റൂ. അതേത് കുരിശാ? തൻ്റെ കുരിശ് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? തോളെ വെക്കണം. ആരുടെ കുരിശ് എടുക്കേണ്ടത്? അവനവൻ്റെ കുരിശ് അവനവൻ എടുത്തിട്ട് തോളെ വെക്കണം. നമ്മൾ ഈ ധ്യാനകേന്ദ്രം മുഴുവൻ ഈ നിരങ്ങുന്നത് എന്തിനാ? നമുക്ക് ഉള്ള കുരിശുകളെല്ലാം ഒന്ന് മാറിക്കിട്ടണം. അതിനുവേണ്ടി പ്രാർത്ഥന നടത്തുക. അങ്ങനെ പ്രാർത്ഥിച്ച ഒരാളെ, കുരിശ് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരാളെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരാ? പത്രോസ്. ആരുടെ കുരിശ് മാറാനാണ് പ്രാർത്ഥിച്ചത്? യേശുവിൻ്റെ കുരിശ് മാറിക്കിട്ടാൻ. 30 വയസ്സ് 33 വയസ്സിനിടയിൽ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല പ്രസംഗം, നല്ല അത്ഭുതങ്ങൾ, രോഗശാന്തി, വാക്ക് കേട്ട് പത്രോസ് അപ്പോസ്തലൻ വള്ളവും വലയും ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയ ആളാണ്. അപ്പോഴാണ് യേശു ക്രിസ്തു പറയുന്നത്, ഒരു രാജ്യം ഉണ്ടാകും, രാജാവ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാലം വരുമ്പോൾ പ്രായമായി അവൻ്റെ കൂടെ കൂടാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പിന്നെ ഇച്ചിരി സുവിശേഷം കേൾക്കാം, ഇച്ചിരി പ്രാർത്ഥിക്കുകയും ചെയ്യും, നിത്യജീവനുണ്ട് കിട്ടുകയും ചെയ്യും, പിതാവിനൊക്കെ അതിൽ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം കിട്ടുകയും ചെയ്യും. ആ കൂട്ടത്തിൽ എന്താണ്? ഈ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ എല്ലാം സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കുകയും ചെയ്യാം. അങ്ങനെ കൂടിയതാണ്. അപ്പോഴാണ് യേശു പറഞ്ഞത്, ഇതാ ഞാൻ പീഡ സഹിക്കുകയും കുരിശിക്കപ്പെടുകയും അതുപോലെ മരിക്കുകയും 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന് പീഡ കിട്ടിയാൽ ആദ്യത്തെ ഇടി യേശുവിന്, രണ്ടാമത്തെ ആർക്കിട്ട് കിട്ടും? അവന്. പക്ഷേ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അറിയാവുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അടി മേടിക്കാതെ അവൻ രക്ഷപ്പെടും. പക്ഷേ നമുക്ക് ആകെപ്പാടെ തുഴയെറിയാനേ അറിയാവുള്ളൂ. ഇവിടെ കടലില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ചാടാനും പറ്റിയില്ല. അതുകൊണ്ട് 2-ാമത്തെ അടി എനിക്കിട്ട് കിട്ടും. അതുകൊണ്ട് ആദ്യത്തെ അടി തടയുകയാണെങ്കിൽ 2-ാമത്തെ അടി ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് യേശുവിനെ മാറ്റി നിർത്തിയിട്ട് പത്രോസ് അപ്പോസ്തലൻ ചെവി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, നിനക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഏതാ? കുരിശു മരണം ഉണ്ടാകരുത്, പീഡാസഹനം ഉണ്ടാകരുത്, നീ മരിക്കാനും പാടില്ല. പത്രോസിന്റെ പ്രാർത്ഥനയെങ്ങാനും പിതാവായ ദൈവം കേട്ടിരുന്നെങ്കിൽ എന്ത് നടക്കുകയില്ല? ഉയർത്തെഴുന്നേൽപ്പ് നടക്കുകയില്ല. ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ് ലോകത്തിന് മുഴുവൻ മഹത്വം കിട്ടുന്നത്, പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിങ്ങൾ ആരും എന്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്? പീഡാസഹനത്തിനെതിരായി പ്രാർത്ഥിക്കരുത്.
കുരിശുമരണത്തിനെതിരായി പ്രാർത്ഥിക്കരുത്, കുരിശിനെതിരായി പ്രാർത്ഥിക്കരുത്. അങ്ങനെ പ്രാർത്ഥിച്ച പത്രോസ് അപ്പോസ്തലനോട് ചെവിയിലാണ് പത്രോസ് അപ്പോസ്തലൻ ഈ കൗൺസിലിംഗ് കൊടുത്തത്. യേശുവിന് കൗൺസിലിംഗ് കൊടുത്തു. അങ്ങനെ നമ്മുടെ പല ആളുകളും ഉണ്ട്. ഇപ്പം കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ നന്നാക്കി എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പ്രാർത്ഥിച്ച ഉടനെ കർത്താവ് മുഖത്ത് നോക്കി പറഞ്ഞു. എന്താ പറഞ്ഞത്? സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് അകന്നു പോവുക, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അപ്പോൾ പിശാച് പ്രവർത്തിക്കുന്ന ചിന്തയിലാണ്. ഒരുത്തൻ്റെ ചിന്ത മാറിയാൽ അവൻ പിശാചാകും, ഒരുത്തൻ്റെ ചിന്ത മാറിയാൽ അവൻ വിശുദ്ധനാകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചിന്ത ക്ലിയറാക്കി സൂക്ഷിച്ചോണം. ചിന്താഗതി മാറിയാൽ സംഗതി പാളി. ഇപ്പം നമ്മൾ ധ്യാനത്തിനൊക്കെ ഇരിക്കുമ്പോൾ നല്ല ചിന്ത കിട്ടും. പുറത്തോട്ടിറങ്ങി കഴിയുമ്പോഴത്തേന് ചിന്ത മാറിപ്പോയി കഴിഞ്ഞാൽ അപ്പം മാറിക്കോണം, ആത്മാവ് മാറിപ്പോകും. പിശാച് ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ വെറുപ്പിലും വിദ്വേഷത്തിലും വൈരാഗ്യത്തിലായിപ്പോകും. ഒറ്റ നിമിഷം കൊണ്ട് നമ്മളെല്ലാം വെറുക്കും. ഇപ്പം നമ്മളിപ്പോൾ ധ്യാനം നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ്. നിങ്ങളുടെ ചിന്ത ആരെങ്കിലും മാറ്റി കളഞ്ഞാലില്ലേ നിങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തെ ശപിച്ചെന്നിരിക്കും. ചിലപ്പോൾ നിങ്ങൾ സഭയിൽ ജീവിക്കുന്നു, നാളെ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളുടെ ചിന്ത മാറിപ്പോയാൽ സഭയെ നിങ്ങൾ പഴിക്കും, സഭയെ നിങ്ങൾ ശപിക്കും. പ്രിയമുള്ളവരെ, ചിന്ത മാറുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിന്ന് ഇതാ വേറെ ആത്മാവിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകും. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് ചിന്തയാണ്. അതിലൂടെ 3 പേര് യാത്ര ചെയ്യും. 1 പിശാച്, 1 പരിശുദ്ധാത്മാവ്, 3 മനുഷ്യൻ, ഞാൻ ഈ യാത്ര ചെയ്യും. ഇത് ദൈവമാണോ എന്നോട് സംസാരിക്കുന്നത്? എൻ്റെ ഉള്ളിലെ ചിന്ത ദൈവത്തിൻ്റെ ചിന്തയാണോ എന്നറിയാൻ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ ചിന്തയാണെങ്കിൽ, മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ ചിന്തയാണെന്ന് വിചാരിച്ചു എന്നെ നയിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ നേരത്ത് വേണ്ട, ശരിയാകുകയില്ല, പോയാൽ ശരിയാകുകയില്ല, ഭയം, ഭീരുത്വം, മടി, അലസത, പിന്തിരിപ്പൻ മനോഭാവം, ടെൻഷൻ, ഇതിങ്ങനെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. നമ്മളാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നെങ്കിലോ അകത്തുനിന്ന് ദൈവം ഒരു ചിന്ത തരും. ആ ചിന്തക്കനുസരിച്ച് പുറത്തുനിന്നും കൂടെ എന്തു ചെയ്യും? ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുക. എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്, ഒരു ചെറിയ ചാപ്പൽ പണിതാലോ. അത് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചത് ദൈവത്തിൻ്റെ ചിന്തയാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് 1-2 ദിവസത്തിനുള്ളിൽ ഒരാൾ വന്ന് അതേ ആശയം എന്നോട് പറയും. അതല്ലേ അച്ഛൻ പറഞ്ഞത്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും. 3 പേർക്ക് ഒരേ ചിന്ത കിട്ടാൻ ഒരു സാധ്യതയില്ല. 3 പേർക്ക് ഒരേ അഭിപ്രായം വന്നാൽ ഓർത്തോണം, അവരുടെ അഭിപ്രായമല്ല. കാരണം 3 പേരും ജനിച്ചത് 3 ഗർഭപാത്രത്തിൽ നിന്നാണ്, 3 സമയത്താണ്, 3 കാര്യങ്ങളാണ് അവർ സ്വീകരിച്ചത്. അവരെല്ലാം ഒരു കാര്യം പറയണമെങ്കിൽ മനസ്സിലായിക്കോണം, അതിൻ്റെ ഉറവിടം ഹോളി സ്പിരിറ്റാണ്. ഇനി പിശാചാണല്ലോ ചെറിയ കാര്യങ്ങൾ വലുതാക്കി കാണിക്കും. പക്ഷേ കാര്യത്തോടടുക്കാൻ ചെല്ലുമ്പം പുക മാത്രമേ കാണത്തുള്ളൂ, ഗ്യാസ്, വേറൊന്നും കാണുക. പത്രോസ് അപ്പോസ്തലന് ഇതൊരു ചിന്ത വന്ന് പത്രോസ് അപ്പോസ്തലനെ യേശു ശക്തമായി ശാസിച്ച ശേഷം യേശു പറഞ്ഞ വചനമാണ് നിങ്ങളിപ്പോൾ കേട്ട വചനം. മത്തായിയുടെ സുവിശേഷം 16-13 വചനത്തിൽ ഈ ശാസന നടത്തുന്ന ഭാഗമാണ്. അതിനുശേഷം പറഞ്ഞ വചനമാണ് മത്തായിയുടെ സുവിശേഷം 16-24-23 വചനത്തിലാണ് ഈ ശാസന നടക്കുന്നത്. 24 വചനത്തിൽ യേശു പറയാണ്, നിങ്ങൾ എൻ്റെ കൂടെ പോരണമെന്ന് നിങ്ങൾ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അത് അപ്പോസ്തലന്മാരുടെ കാര്യം മാത്രമല്ല, ഈ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികൾ അപ്പോസ്തലിക സഭയുടെ ഭാഗമാണ്. നിങ്ങൾക്ക് ക്രിസ്ത്യാനിയായിട്ട് പോരണമെന്നുണ്ടെങ്കിൽ, എന്നെ അനുഗമിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുരിശ് എടുക്കണം. അപ്പം നിങ്ങളുടെ കുരിശ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്തുണ്ടാകണം? നിങ്ങളൊരു കുരിശ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെറുതെ നിന്നാൽ മതി. ക്രിസ്തുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചിട്ട് വെറുതെ നിന്നാൽ മതി, തന്നെ കുരിശുണ്ടായിക്കോളും. എങ്ങനെയാണ് കുരിശുണ്ടാകുന്നത്? ക്രിസ്തുവിന് എങ്ങനെയാണ് കുരിശുണ്ടായത്? ഒരു നീതിമാനായി ഭൂമി ജനിച്ചു, പിറന്ന് വീണില്ല, അമ്മയുടെ ഉദരത്തിൽ അവൻ ഉരുവായതേ ഉള്ളൂ. ഉരുവായപ്പം തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. പ്രസവിക്കാൻ ചെന്നപ്പം ഇടങ്ങളില്ല.
അവന് വീഴാൻ സ്ഥലമില്ലെന്ന് ഈ ഭൂമി. അതിൽ നമ്മൾ പാടാറില്ലേ ക്രിസ്മസിന്, കന്യാമറിയാം പ്രസവിക്കാൻ ചെന്നപ്പോൾ എന്താണ്, അവിടെ എങ്ങും ഇടം കിട്ടിയില്ല, സത്രത്തിൽ അവൻ ഇടം കിട്ടിയില്ല. എന്താണ്? സത്രത്തിലേക്ക് സ്വീകരിച്ചില്ല. നമുക്കും ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിയുമ്പം നമ്മുടെ കാര്യം വരുമ്പം ആരും സഹായിച്ചില്ല, ഉടനെ നമ്മൾ പ്രാക്ക് തുടങ്ങും. എൻ്റെ കാര്യം വരുമ്പം ആരും സഹായിക്കാനില്ല, എന്തോ പൈശാചിക ബന്ധനമുണ്ട്. അല്ല, നിങ്ങൾ കൃപയുള്ള ആളാണെന്നതിൻ്റെ ലക്ഷണമാണ് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് തടസ്സം ഉണ്ടാകുന്നത്. നിങ്ങളൊരു പ്രത്യേക ദൈവകൃപ പ്രാപിച്ച ആളാണെങ്കിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ കവാടം ഒഴിച്ചുള്ള ബാക്കി എല്ലാ മേഖലകളും നിങ്ങൾക്ക് അടഞ്ഞു പോകും. ഒരു വാതിൽ നിങ്ങൾക്ക് തുറന്നിട്ടിട്ടുണ്ടാകും, ആ വാതിൽ നിങ്ങൾ കണ്ടെത്തണം. അതിനുള്ള താക്കോൽ പ്രാർത്ഥനയാണ്. അങ്ങനെ സത്രത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. അവസാനം എവിടെ പോയി? ഒരു ഗുഹയിൽ പ്രസവിച്ചു. അങ്ങനെ പാട്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ക്രിസ്മസിന് ഒരു പാട്ട് പാടുന്നത്. എന്താ പാടുന്നത്? മുറ്റും നീറ്റിന്നോവെന്നിൽ യൗസേപ്പോടു ചൊന്ന നീതിജ്ഞാബേദലഹേമിൽ ഗുഹയിൽ പോയിടാം, ഇല്ലൊരു പായും കട്ടിലുമീയുള്ളോ ഈ ഉലകത്തിൽ ഞാനാശ്രയഹീന ലോകപുരാതനനെ ഗുഹയിൽ പ്രസവിച്ചയ്യോ ജഗതീരക്ഷകനെ ഞാൻ പുൽക്കൂട്ടിൽ പാലിച്ചു. ഹാലേലുയ്യ യൗസപിതാവിനോട് പറയും, നീതിജ്ഞ, നമുക്ക് ബേത്ലഹേമിലേക്ക് പോകാം. പായില്ല, തലയണയില്ല ഈ ഉള്ളവൾക്ക്. ലോക പുരാതനനായവൻ ക്രിസ്തു, അവനെ ഞാൻ ഗുഹയിൽ പ്രസവിച്ചു, പുൽക്കൂട്ടിൽ കിടത്തി. ഈ ഭൂമിയിൽ ഇത്രയും സുഖസൗകര്യങ്ങളും സാഹചര്യങ്ങളും അന്നും ഉണ്ടായിരുന്നു. രാജകൊട്ടാരങ്ങളും സ്വർണ്ണ തൊട്ടിലുകളുമൊക്കെ അന്നും ഉണ്ടായിരുന്നു, അതിൽ ജനിച്ചവരന്നും ഉണ്ടായിരുന്നു. പക്ഷേ ലോക പുരാതനനായവൻ ഈ ഭൂമി വന്നപ്പോൾ അവനതൊന്നും കിട്ടിയില്ല. ഇനി അത് കഴിഞ്ഞോ, അവൻ ജനിച്ച് വീണ ഉടനെ തന്നെ എന്ത് ചെയ്തു? ഹെരോദാവിൻ്റെ തലയ്ക്കകത്ത് പെട്ടെന്നൊരു ആശയം കയറിയിരിക്കുകയാണ്, ഒരു തെറ്റിദ്ധാരണ. എന്താണ്? ഇവൻ രാജാവായാൽ, ഹെരോദാവിൻ്റെ തലയ്ക്കകത്ത് കയറിയിരിക്കുകയാണ്, ഇവൻ രാജാവെങ്ങാനും ആയി പോയാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഇവൻ വളർന്നു വരും, ഇവനെങ്ങാനും വളർന്നു വന്നാൽ എൻ്റെ കസേര പോയത് തന്നെ. അതുകൊണ്ട് 2 വയസ്സുള്ള സകല കുഞ്ഞുങ്ങളെയും കൊല്ലുക. കണ്ടോ, ജീവന് പോലും ആപത്തായി, പ്രൊട്ടക്ഷൻ ഇല്ല. എന്നിട്ടോ അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം വധിക്കപ്പെട്ടുകൊണ്ടിരുന്നു. പിശാച് കയറി നിരങ്ങുകയാണ്. പക്ഷേ ആ കുഞ്ഞ് സംരക്ഷിക്കപ്പെട്ടു. ദൈവം അയച്ചവൻ സംരക്ഷിക്കപ്പെടും. അത് ഭൂമിയിൽ എവിടെയായാലും സംരക്ഷിക്കപ്പെടും. പീഡനമൊക്കെ കിട്ടും, കത്തി ചിലപ്പം സൈഡിൽ കൂടെ ഒക്കെ പോയിരിക്കും. പക്ഷേ സംരക്ഷിക്കേണ്ടവനെ ദൈവം സംരക്ഷിക്കും, നിങ്ങളെ സംരക്ഷിക്കും. കൃപ കിട്ടിയാൽ നിങ്ങളും സംരക്ഷിക്കപ്പെടും. അങ്ങനെ ഈജിപ്തിലേക്ക്, ഇന്നും പ്രിയമുള്ളവർ, ഇപ്പോൾ ഈജിപ്തിലേക്ക് ഇസ്രായേലിൽ നിന്നുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് എത്ര ദുർഘടമാണെന്നറിയോ? ഒരു പ്രാവശ്യം ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് യാത്ര ചെയ്ത പിന്നെ ആരും ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുകയില്ല. അത്രയ്ക്ക് ദുർഘടമാണ്, മരുഭൂമിയാണ്, ഒരിടത്തും നിർത്താനും പറ്റുകയില്ല. അതുപോലത്തെ മരുഭൂമിയാണ്, കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം. അവിടെ ഈജിപ്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഈ പരിശുദ്ധ അമ്മ കുഞ്ഞിനെയും കൊണ്ട് പോയി താമസിച്ച വീട് ഇപ്പോഴും അവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ആ സ്ഥലം സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ആ സ്ഥലം കണ്ടാൽ പ്രിയമുള്ളവരെ, ഏത് കരയാത്തവരവിടെ ചെന്ന് കഴിയും കരയും. കാരണം എനിക്ക് വേണ്ടി ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയെങ്കിലും, നമ്മൾ ബസ്സേ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടി പോകും. അപ്പോൾ നടന്ന് അല്ലെങ്കിലല്ലോ ചെറിയ കഴുതയുടെ പുറത്തോ കുതിരയുടെ പുറത്തോ കയറി യാത്ര ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല. മനസ്സുള്ളവർക്ക്, ഹൃദയമുള്ളവർക്ക് സഹിക്കാൻ പറ്റുകയില്ല. ഇന്നിപ്പോൾ അതില്ലെന്നുള്ളതാണല്ലോ പ്രശ്നം. ഹൃദയമൊക്കെ എവിടെയോ പോയി, എല്ലാം ആക്ടിങ് അല്ലേ. ഇപ്പം നമുക്ക് മൊത്തത്തിൽ ഇതിപ്പോൾ എന്താണ്, എല്ലാം ഒരു അഭിനയമായി മാറിയിരിക്കുകയാണ്, ഹൃദയമില്ല. അങ്ങനെ ആ മാതാവ് യാത്ര ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടോ പിന്നെ 30-ാമത്തെ വയസ്സ് മുതൽ
33-ാമത്തെ വയസ്സ് വരെ യേശുവിനെ അവൾ അനുഗമിച്ചു കൊണ്ടേയിരുന്നു. അവസാനം തൻ്റെ മകൻ കാൽവറിയിൽ പെടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്ന അമ്മയായി തീർന്ന് കന്യകമറിയാം. കുരിശ് വല്ലതും ഉണ്ടോ? അപ്പം യേശുവിന് എന്താ പറ്റിയത്? യേശു ക്രിസ്തുവിനുണ്ടായത് പുറത്തോട്ടിറങ്ങി വന്നതോടുകൂടി ആ 30 വയസ്സായി, പരിശുദ്ധാത്മാവ് കൊണ്ടൊക്കെ നിറഞ്ഞു, ആത്മാവ് വെളിപ്പെടുത്തി അവൻ ദൈവപുത്രനാണെന്ന് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, സാത്താനും വിളിച്ചു പറഞ്ഞു, ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിശാച് നരകത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഇവൻ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഭൂമിയിൽ നിന്ന് കൃപയുള്ളവൻ വിളിച്ചു പറഞ്ഞു, എന്താണ്? ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ആകാശത്തു നിന്ന് സ്വർഗം തുറക്കപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. 3 സ്ഥലത്തു നിന്നാണ് സാക്ഷ്യം വന്നത്. അതോടുകൂടി യേശുക്രിസ്തുവിൻ്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. എന്തായിരുന്നു പ്രശ്നം? പ്രിയമുള്ളവരെ, ഒരു സൈഡിൽ രോഗികളെ സുഖപ്പെടുത്തുന്നു, ആശ്വസിപ്പിക്കുന്നു, മുറിവേറ്റവനെ വെച്ച് കെട്ടുന്നു. അങ്ങനെ പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഓരോരുത്തർ, ഫറവോനും പാർട്ടി ഒരു സൈഡിൽ, പിന്നെ അച്ഛന്മാരും മെത്രാച്ചന്മാരും അപ്പുറത്തെ സൈഡിൽ. അന്നത്തെ കാലത്തെ കാര്യമായി പറയും. അന്നത്തെ മെത്രാന്മാരുണ്ടല്ലോ, പുരോഹിതനും ശാസ്ത്രിമാരും ഒക്കെ, അവരപ്പുറത്തെ സൈഡിൽ. പിന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. അങ്ങനെ ആരാലും മനസ്സിലാക്കപ്പെടാതെ, ആരാലും സ്നേഹിക്കപ്പെടാതെ, തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യൻ്റെ ഉള്ളിൽ കൂടി കടന്നുകൂടിയ പക, വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, ഇതെല്ലാം കൂടെ കുമിഞ്ഞു കൂടി 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 അങ്ങോട്ട് വന്നു. അങ്ങനെ കുരിശുണ്ടാകുന്നത്. അപ്പോൾ കുരിശുണ്ടാകണമെങ്കിൽ 2 സാധനങ്ങളാണ് വേണ്ടത്. 2 തടി വേണം അല്ലേ? ഒന്നിങ്ങനെ ഒരെണ്ണം വേണം, രണ്ടാമത്തേത് ഇങ്ങനെയും വേണം, എന്നാലേ കുരിശുണ്ടാകത്തുള്ളൂ. ഈ 1-ാമത്തെ തടി ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്താണ്? ഐ ആം. എന്നാ പറഞ്ഞാലും ഐ ആം, അതുണ്ടല്ലോ. എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എല്ലാം നല്ലതായിരിക്കണം, ഒരു കുഴപ്പമുണ്ടാകരുത്, സ്മൂത്തായി പോകണം. നടക്കുന്ന കാര്യമാണോ? നടക്കുകയില്ലാത്ത കാര്യമാണ് ഈ ഭൂമി. എല്ലാം സ്മൂത്തായിരിക്കുകയില്ല. ഈ ഐ തകർക്കപ്പെട്ടതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ധ്യാനം കൂടാൻ വരുന്നത്. ഈ ഐയുടെ മേൽ എന്തു വന്നു? ക്രിസ്തു ഇങ്ങനെ നിൽക്കുകയാണ് ദൈവപുത്രനായിട്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യാണ്. എന്താ വന്ന് ക്രോസ് ചെയ്യുന്നത്? തിരിച്ചറിയപ്പെടാതെ പോയ, സ്നേഹിക്കപ്പെടാതെ പോയ, കരുതാൻ പറ്റാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത മനുഷ്യരുടെ പകയും വിദ്വേഷവും എല്ലാം കൂടെ ചേർന്ന് ഒരു കമ്പായിട്ട് വന്ന് ഇങ്ങനെ നിന്നു. അപ്പോൾ എന്തുണ്ടായി? യേശുവിന് ഒരു കുരിശുണ്ടായിക്കൊണ്ടേയിരുന്നു. അവസാനം പീലാത്തോസ് എന്ന് പറയുന്ന നീതിയില്ലാത്ത ന്യായാധിപനും കൂടി ഉണ്ടായപ്പോൾ ആ കുരിശ് അതിൻ്റെ പൂർണ്ണതയിലെത്തി. അതുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ആ കുരിശ് വെച്ചു കൊടുത്തു. അവനെന്ത് ചെയ്തു? നീതിയില്ലാത്ത ന്യായാധിപൻ നൽകിയ ആ ജനങ്ങളുടെ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും പകയും എല്ലാം കൂടെ ചേർന്ന് അവൻ തോളെ വെച്ചുകൊണ്ട് പോയി. എന്നിട്ടോ ആ കുരിശിൽ സ്നേഹമായവൻ കടന്ന് ക്ഷമിച്ച് മരിച്ചപ്പോൾ ആ കുരിശിലെ പകയും വിദ്വേഷവും ശാപവും എല്ലാം താഴേക്ക് വീണു. അവസാനം കുരിശ് കണ്ടാൽ പിശാചിന് പേടിയാകുന്ന അവസ്ഥയായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുരിശ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? നിങ്ങൾ കുരിശ് നോക്കണമല്ലോ. നിങ്ങളുടെ കുരിശെടുത്താലേ നിങ്ങൾ ക്രിസ്ത്യാനിയാകത്തുള്ളൂ. ഏതാ നിങ്ങളുടെ കുരിശ്? നിങ്ങളെ മനസ്സിലാക്കാതെ പോയ അമ്മ, അതാണ് നിങ്ങളുടെ കുരിശ്. നിങ്ങൾക്കിട്ട് പാര വെക്കുന്ന നാത്തൂൻ, ഇതുപോലത്തെ പണി ചെയ്യുന്ന പല സ്ത്രീകളും പുരുഷന്മാരും പല കുടുംബങ്ങളിലുണ്ട്. എന്താണ്? ചുമ്മാ ഇരുന്നുകൊണ്ട് ഫോൺ വിളിക്കുക. ഇപ്പം അത് മൊബൈൽ ഫോണൊക്കെ ഫ്രീയും കൂടി ആയതുകൊണ്ട് പിന്നെ പറയുകയും വേണ്ട. പല കുടുംബങ്ങളും ഛിദ്രമാക്കാൻ ഇത്തരം ഫോൺ വിളികൾക്ക് വളരെയധികം കപ്പാസിറ്റി ഉണ്ട്. ചുമ്മാ വിളിച്ചിട്ട്, അമ്മേ എന്നാ അമ്മേ കഴിച്ചേ? ഞാൻ രാവിലെ ഈ വല്യമ്മച്ചിമാർക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ രാവിലെ കഴിച്ച എന്നാന്ന് നിങ്ങൾ മറന്നുപോകും. ഈ അമ്മച്ചിമാർ രാവിലെ നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് ഇരിക്കുകയായിരിക്കും. ഉടനെ ഒരു 11 മണിയാകുമ്പോൾ കെട്ടിച്ചു വിട്ട മകളൊരു വിളിയുണ്ട്. ചുമ്മാ ഇരിക്കുകയല്ലേ ഇവിടെ, അവിടെ ഇരുന്നിട്ട് വിളിക്കുക, അമ്മേ രാവിലെ എന്നാ അമ്മേ കഴിച്ചത്? ഞാൻ എന്നതാ കഴിച്ചത്? വല്ലതും കഴിച്ചോവാ? ഒന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല. അമ്മ മിണ്ടാത്തതാ, കഴിച്ചു കാണുകയില്ല, തരാനൊരു സാധ്യതയില്ലല്ലോ. അപ്പം തന്നെ ഈ അമ്മച്ചിയുടെ മനസ്സിലേക്ക് വിദ്വേഷവും വെറുപ്പും അങ്ങോട്ട് കയറും. പിന്നെ മരുമകക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നാ ചെയ്യേണ്ടത്? എന്നെ തീറ്റിക്കുന്നില്ലെങ്കിൽ ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപ്പെല്ലാം കൂടെ കോരിയിട്ട് എന്ത് ചെയ്യും?
എന്നാ പാത്രത്തിനകത്തോട്ട് ഒഴിച്ചവിടെ വെക്കും. മരുമകൾ മകന് ചോറ് കൊടുക്കാൻ വന്നു കഴിയുമ്പോഴത്തേന് ഈ ചോറിനകത്ത് മുഴുവൻ, അല്ലെ ഈ കറിക്കകത്ത് മുഴുവൻ ഉപ്പ്. അപ്പോൾ എന്ത് ചെയ്യും, പുള്ളിക്കാരൻ പിടിച്ച് ഭാര്യയ്ക്കിട്ടൊരു പൊട്ടിയിൽ കൊടുക്കും. ഉടനെ അമ്മച്ചിയോട്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ മേയ്ക്കുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൽ. കേട്ടിട്ടേ ഇല്ല, അടിയുടെ ഒച്ചയും കേട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല. ഇങ്ങനത്തെ പണിയായിട്ടിരിക്കുന്ന അനേകം സ്ത്രീകളുണ്ട്. ഇവരുടെയൊക്കെ പ്രത്യേകത എന്നാണെന്നറിയോ? 8 നോയമ്പ് കൃത്യമായിട്ട് എടുക്കും. അതുപോലെ തന്നെ 50 നോയമ്പ് ഒന്നും വിടുകയില്ല. പക്ഷേ ജീവിതത്തിൽ മാനസാന്തരം എന്ന് പറയുന്ന ഇത്തരം സാധനങ്ങൾക്കൊന്നുമില്ല. എനിക്ക് മുഴങ്ങുന്ന ചേങ്ങലയും ചിലമ്പുന്ന കൈത്താളവും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. എന്താണ്? സ്നേഹമില്ലെങ്കിൽ. മുഴങ്ങുന്ന ചേങ്ങലയുടെ പ്രത്യേകത എന്താണ്? അടിച്ചിട്ട് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ കുറേ നേരത്തിന് മുഴങ്ങി നിൽക്കും, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അതങ്ങ് പോവും. കുറച്ച് നേരത്തേനേ ഉള്ളൂ. അതുകൊണ്ട് പ്രസംഗവും പാട്ടും ഒക്കെ കേൾക്കുമ്പോൾ നല്ല ആവേശമൊക്കെയാണ്. കരഞ്ഞു കൂവി നിലവിളിച്ച് എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്ത് അടിച്ചൊരു പോക്ക്. നമ്മളിവിടുന്ന് നേരെ അങ്ങോട്ട് ചെല്ലുന്നതോടുകൂടി ആൾ മാറി വേറൊരാളാകുന്നു. എന്നിട്ടോ പിന്നെ മറ്റേ പരിപാടി അപ്പോസ്തലിക പ്രവർത്തനം ആരംഭിക്കുക. വീണ്ടും ഇത് തന്നെ ഒരാഴ്ച. അതോടുകൂടി കൃപയെല്ലാം പോകും, പ്രാർത്ഥിക്കാനും പറ്റിയല്ല, വീണ്ടും തിരിച്ചു വരുന്നു. നമ്മുടെയൊക്കെ ആളുകൾ ഈ പള്ളിയിൽ പോകുന്ന ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് പ്രിയമുള്ളവരെ കുരിശുണ്ടാകുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കെട്ടിച്ചു വിട്ടിരിക്കുന്ന പെണ്ണിന് കുരിശുണ്ടാകാനായിട്ട് ഇത് മതി. അമ്മ തെറ്റിദ്ധരിക്കുക, പിന്നെ പെങ്ങന്മാരെല്ലാം കൂടെ ഉപദ്രവിക്കുക, ഇതെല്ലാം കൂടെ കൂടുമ്പോൾ അങ്ങനെ ഉണ്ടാകും. അതുപോലെ ഓരോരുത്തർക്ക് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം ഞാനിത് വിവരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. വെറുതെ ഇരുന്നാൽ മതി. നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടും, വീട്ടിൽ നിന്നും കിട്ടും, എല്ലായിടത്തുനിന്നും നമ്മളെ മനസ്സിലാക്കാതെ പോകുന്നവർ, നമ്മളോട് അസൂയുള്ളവർ, നമ്മളെ സ്നേഹിക്കാൻ പറ്റാത്തവർ, നമ്മളെ പകയോടെ നോക്കുന്നവർ, എല്ലാവരും ചേർന്ന് നമുക്ക് പല ഉപദ്രവങ്ങളും ചെയ്യും. അപ്പം ഇങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ആളുകൾ സഭയിലുമുണ്ട്, കുടുംബത്തിലുമുണ്ട്, ഓഫീസിലുണ്ട് അങ്ങനത്തെ ആളുകൾ. ഇവരെല്ലാം കൂടെ ചേർന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കുരിശുണ്ടാക്കുക. അവസാനം പലര് ചേർന്ന് നമുക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തായി വരും? കുരിശായിട്ട്, ഒരു ക്രോസായിട്ട് വരും. എൻ്റെ ആഗ്രഹങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും മേൽ കുറുകെ വന്ന് വീഴുന്ന വരയ്ക്ക് പറയുന്ന പേരാണ് കുരിശ്. കുരിശുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? കുരിശ് നൽകിയവനെ എന്ത് ചെയ്യണം? ദൈവം നൽകിയ സ്നേഹസമ്മാനമായി സ്വീകരിച്ച് അവന് വേണ്ടി എന്ത് ചെയ്യണം? ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ഈ കുരിശിലൂടെ നമ്മൾ മാത്രമല്ല അനേകം പേരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. കടബാധ്യതകളുടെ ദുഃഖങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിക്ക് അനേകം പേര് കടബാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ സ്വന്തം ദുഃഖമായിട്ട് ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാൻ സാധിക്കും. ഒരു ക്യാൻസർ രോഗം വന്ന് സുഖപ്പെട്ട ഒരു വ്യക്തിക്ക് ഇതാ ക്യാൻസർ രോഗം എന്ന് കേട്ട് കഴിയുമ്പോൾ അവരുടെ വേദനകൾ മനസ്സിലാക്കിക്കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ സാധിക്കും. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരു ദമ്പതി 15 വർഷമോ 10 വർഷം കഴിഞ്ഞ് കുട്ടികളുണ്ടായി. ആർക്കെങ്കിലും മക്കളില്ല എന്ന് പറയുമ്പോൾ ആ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. ക്രിസ്തു എല്ലാം സഹിച്ചതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നില്ലേ, അവൻ എല്ലാ കാര്യത്തിലും നമ്മളോട് മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ ആയിരുന്നു. എല്ലാ കാര്യത്തിലും നമ്മളെപ്പോലെ പ്രലോഭനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മളെപ്പോലെ മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, വെറുക്കപ്പെട്ടിട്ടുണ്ട്, അടിമേടിച്ചിട്ടുണ്ട്. എല്ലാത്തിനും പൈശാചിക പീഡകളുണ്ടായിട്ടുണ്ട്, പരീക്ഷണങ്ങളുണ്ടായിട്ടുണ്ട്, അധികാരികളിൽ നിന്ന് എതിർപ്പുണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ പല ആളുകൾക്കും ആ ലഭിക്കുന്ന കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ചങ്കൂറ്റത്തോടെ നിന്ന് ആ കുരിശ് സഹിച്ച് നിൽക്കാനുള്ള കരുത്തില്ല. അതിനെന്ത് ചെയ്യണം? പ്രവാചകന്മാരിലൂടെ കേട്ട വചനം കേട്ട് നിങ്ങളെന്ത് ചെയ്യണം? കരുത്താർജിക്കണം. അതിനാണ് കരുത്താർജിക്കേണ്ടത്. അപ്പോൾ പ്രിയമുള്ളവരെ, പല സൈസ് കുരിശുണ്ട്. ചില കുരിശ് മറ്റുള്ളവരുടെ പാപം മൂലം നമ്മുടെ തോളെ വരുന്ന കുരിശാണ്. അതാ നമുക്ക് സഹിക്കാൻ മേലാത്തത്. നമ്മുടെ കുറ്റം കൊണ്ടല്ലല്ലോ. വല്ലവരുടെയും പാപം കുറ്റങ്ങളും കൊണ്ട് നമ്മുടെ തോളെ വരുന്ന കുരിശ്. ഇതാ മറ്റുള്ളവൻ്റെ പാപം കൊണ്ട് നമ്മുടെ തോളെ വരുന്ന കുരിശ്. എന്നാൽ വലതുഭാഗത്തെയും ഇടതുഭാഗത്തെയും കള്ളൻ്റെ കുരിശിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ കള്ളനായിരുന്നു, ജനിച്ചത് തന്നെ കള്ളനായിട്ട്. സാഹചര്യം അവനെ കള്ളനാക്കിയതിനേക്കാൾ പ്രശ്നം പിടിക്കപ്പെട്ടതിനേക്കാൾ വലിയ പ്രശ്നം ലോകത്തിലെ ഏറ്റവും വലിയ വിധി അവൻ്റെ തലയ്ക്ക് തന്നെ വന്നു.
അവൻ്റെ പാപത്തിൻ്റെ കുരിശ്. ഇതുപോലെ നമ്മുടെ പാപത്തിൻ്റെ ഫലമായി നമ്മുടെ തോളെ വന്ന ചില കുരിശുകൾ കാണും. ആ പാപമോചനം കിട്ടുന്നതോടുകൂടി തന്നെ ചില കുരിശുകൾ അങ്ങ് മാറും. ഇപ്പം മദ്യപാനിയുടെ മദ്യപാനം നിർത്തുന്നതോടുകൂടി തന്നെ ചില കുരിശുകൾ അങ്ങ് മാറും. അപ്പം എങ്ങനെയാണ്? അവനവൻ്റെ കുരിശായിരുന്നു. ഈ കുരിശിൽ തന്നെ തീരേണ്ടതാണ്. അവനവൻ ഉണ്ടാക്കുന്ന കുരിശാണ് പാപത്തിൻ്റെ കുരിശ്. ആ കുരിശ് കൊണ്ട് അവൻ തന്നെ നശിക്കേണ്ടതാണ്, ഫോട്ടോയാകേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ പാപവിമോചനം ചെന്ന് പതിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പാപവും പാപത്തിൻ്റെ കൂടെ പാപം മൂലമുണ്ടാകുന്ന ശിക്ഷയും എല്ലാം കൂടെ എടുത്തു മാറ്റപ്പെട്ടതുകൊണ്ട് അയാൾ സ്വതന്ത്രനായി. അപ്പോൾ പ്രിയമുള്ളവരെ, പാപം നമുക്ക് ശിക്ഷ. പക്ഷേ നമ്മൾ കുമ്പസാരിച്ച് യേശുവിൽ പാപമോചനം നേടുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ, പാപം ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുന്നതോടുകൂടി ഇതാ നമ്മുടെ കുരിശുകളെല്ലാം ഇല്ലാതായിപ്പോകും. അങ്ങനെ ചില കുരിശുമാർ. അതുകൊണ്ടാണ് ഈ ധ്യാനം കൂടി കഴിയുമ്പോൾ ചില മേഖലകളിലെ രോഗങ്ങളും പാപങ്ങളും എല്ലാം ഒന്നിച്ച് നീങ്ങിപ്പോവും. ചില രോഗങ്ങൾ, തലവേദന, അസ്വസ്ഥതകൾ, മൈഗ്രെയിൻ, നട്ടെല്ല് വേദന, അങ്ങനെ പല രോഗങ്ങളും ധ്യാനം കഴിയുമ്പോൾ തന്നെ മാറുന്നതിൻ്റെ കാരണം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിദ്വേഷത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ വൈരാഗ്യത്തിൻ്റെയോ പകയുടെയോ ഒക്കെ മൂലം നമ്മളിൽ വന്നുകൂടുന്നത് ചിലപ്പോൾ രോഗങ്ങളായിട്ട് വരാം. കുരിശ് ഇതാ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം ശരീരത്തെ അഫക്റ്റ് ചെയ്യും, രോഗങ്ങളായി മാറും. വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും പകയും ഉള്ളിൽ കയറിയാൽ രോഗങ്ങളായി മാറും. അത് അതിൻ്റേതാണെന്ന് തെളിയിക്കുന്നതാണ് ആ പാപങ്ങൾ നീങ്ങിയതോടുകൂടി രോഗങ്ങളും നീങ്ങി. കണ്ടോ? മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരോർത്തോ, നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാപങ്ങൾ യേശുവിനിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പശ്ചാത്തപിച്ച് കരഞ്ഞ് ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതോടുകൂടി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്നേഹം ഉള്ളിൽ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അതോടുകൂടി ആ മേഖലകളെല്ലാം അങ്ങ് ക്ലിയറാകും. ശരീരത്തിൻ്റെ രോഗങ്ങൾ അപ്രത്യക്ഷമാകും, ആത്മാവിൻ്റെ രോഗങ്ങൾ നീങ്ങും. അതോടുകൂടി ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോഴാണ് പ്രാർത്ഥിച്ചാൽ എഴുന്നേറ്റ് പോകാൻ പറ്റിയല്ലാത്ത വരുന്നത്. കർത്താവിൻ്റെ മുഖം കാണാൻ തുടങ്ങും. കർത്താവ് സംസാരിക്കുന്നത് പോലെ തോന്നും. കുറച്ചാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? കർത്താവ് നമ്മുടെ കൂടെ നടക്കാൻ തുടങ്ങും. നമ്മൾ എവിടെയും പോവുകയാണ്, നമുക്ക് മുമ്പേ കർത്താവ് പോകും. നമ്മൾ ആ വാതിൽ എങ്ങനെ തുറക്കുമെന്ന് ഓർത്തായി ഇരിക്കുന്നത്. ആ സമയമാകുമ്പോഴേക്കും നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ വാതിൽ തുറന്നു പോകും. ഇതാണ് പാപവിമോചനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ചില കുരിശുകൾ നമ്മൾ തോളിൽ വഹിച്ചാലേ അവന് രക്ഷ കിട്ടത്തുള്ളൂ. സ്തേഫാനോസ് ഏറ് കൊണ്ട് മരിച്ചു. എന്ത് സംഭവിച്ചു? ശൗല് പൗലോസായി. പൂർവ്വ യൗസേപ്പ് സഹോദരങ്ങളോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചത്? അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിറ്റതല്ല, നമ്മുടെ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. അതുവഴി ദൈവനാമം മുഖത്തപ്പെടാനിടയായി തീർന്നു. അങ്ങനെ എത്രയോ മനുഷ്യർ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പാപവിമോചനത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ നമുക്ക് ഉള്ളിൽ കൊള്ളാം. നമ്മുടെ പാപമാണെങ്കിൽ, നമ്മുടെ പാപം മൂലമുള്ള കുരിശുകളൊക്കെ ഉണ്ടെങ്കിൽ പാപം കുമ്പസാരിക്കുക, പശ്ചാത്തപിക്കുക, മാപ്പ് പറയുക, ഏറ്റുപറയുക. അപ്പോൾ ആ പാപങ്ങൾ നീങ്ങും, കുരിശുകളും മാറും. മറ്റുള്ളവരുടെ പാപമാണെങ്കിൽ നിങ്ങൾ ആ കുരിശ് സഹിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, അവർ രക്ഷ പ്രാപിക്കും. നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നതോടുകൂടി അവൻ രക്ഷ പ്രാപിക്കും. കുറേ കാലം കഴിയുമ്പോൾ അവർ നമ്മളെ തേടി വരും. അതുകൊണ്ട് ഉപാധികളില്ലാത്ത ക്ഷമിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പാപമോചനം കൊടുത്ത് നമുക്ക് അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒത്തിരി സഹനങ്ങളുണ്ട്, ഒത്തിരി കഷ്ടപ്പാടുകൾ നമുക്കുണ്ട്, കുരിശുകളുണ്ട്. അതെല്ലാം കർത്താവിൻ്റെ കരുണയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഭവനത്തിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന പലരുമുണ്ട്. ബന്ധുക്കളായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, നമ്മുടെ അകന്ന ബന്ധുക്കളായിരിക്കാം, അയൽക്കാരായിരിക്കാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ അധികാരികളായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ കീഴ് ജീവനക്കാരായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നമ്മുടെ കൂടെ പഠിക്കുന്നവരായിരിക്കാം, നമ്മുടെ അധ്യാപകരായിരിക്കാം. അവരുടെ വാക്കുകൾ ചിലപ്പോൾ നമ്മെ ഒത്തിരി ഭാരപ്പെടുത്തുന്നുണ്ടാവും. ചില പള്ളി അധികാരികളായിരിക്കാം, നമ്മളെ ഒത്തിരി ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും. ഏത് തരത്തിലാണോ നമുക്ക് കുരിശ് വരുന്നത്, നിങ്ങൾ ആ കുരിശൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവം തന്നതായിട്ട് സ്വീകരിക്കുക.
എന്നിട്ട് ആ കുരിശ് തന്നവരെ നോക്കിയിട്ട് ക്രൂശിൽ കിടക്കുന്ന വ്യക്തിയെ പോലെ അവർക്ക് വേണ്ടി കുരിശ് സന്തോഷത്തോടെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇവരുടെ പാപം ഇവരുടെ മേൽ നീ ആരോപിക്കരുത്.